ശാന്തി. ഈ സാകാര സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ നിന്നും മാറി ഞാൻ എൻ്റെ ഒറിജിനൽ സ്വരൂപത്തെ കാണുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തെ കാണുന്നു. ഞാൻ ഒരു വിശേഷാത്മാവാണ്. ഈ ലോകത്തിൽ ഞാൻ സർവരിലും വിശേഷമാണ്. കോടികളിലും ചിലരിലും ചിലരായ ഭാഗ്യവാൻ ആത്മാവാണ് ഞാൻ. സാകാര രൂപത്തിൽ വന്നിരിക്കുന്ന പരമാത്മാ പിതാവിനെ തിരിച്ചറിഞ്ഞു. എൻ്റെ ബാബ എന്ന് മാനിച്ചു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിശേഷത. ഇത്രയും വലിയ ബാബയെ തിരിച്ചറിഞ്ഞു, സ്വന്തമാക്കി. ഇത് കോടികളിലും ചിലരായ ആത്മാക്കളുടെ പാർട്ടാണ്. വലിയ വലിയ ഫിലോസഫേഴ്സും ധർമാത്മാക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ അധികാരമെടുത്തു. സ്വയം ഭഗവാനെ സ്വന്തമാക്കി. ഇത്രയും വലിയ ഭാഗ്യം മറ്റാർക്കും കിട്ടില്ല. ഞാൻ ഭാഗ്യവാൻ ആത്മാവാണ്. സ്വയം ഭഗവാനോട് സന്മുഖത്തിൽ മിലനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ഹൃദയത്തിൽ നിന്നും സ്വീകരിച്ചു എൻ്റെ ബാബ. ബാബയും പറയുന്നു, എൻ്റെ കുട്ടി, ആത്മീയ പിതാവിൻ്റെ അനേക ആത്മീയ ഖജനാവുകളുടെ അധികാരിയാണ് ഞാൻ. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം കണ്ട് ബാബയും പറയുന്നു, കുട്ടി, നീ ബാബയിൽ നിന്നും പ്രാപ്തമാക്കാനുള്ളതെല്ലാം പ്രാപ്തി ചെയ്ത് ബാലക് സോ മാലിക്കാകുന്നു. ഞാൻ സമ്പന്നാത്മാവാണ്. എൻ്റെ മനസ്സിൽ നിരന്തരം ഒരു ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഖജനാവിൽ അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല. ഈ സന്തോഷത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. വലുതിലും വലിയ ഖജാന ബാബയെ പ്രാപിച്ചു, സർവ്വതും പ്രാപിച്ചു. ബാബ എന്താണ്, എങ്ങനെയാണ് എന്ന് കുട്ടികൾ നമ്പർ വൈസായി തിരിച്ചറിയുന്നു. എല്ലാവരും അറിയും, സ്വയം ഭഗവാൻ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യിപ്പിച്ച് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ വന്നിരിക്കുന്നു. സദ്ഗതി ദാദാ ബാബ ഭക്തിയുടെ ഫലം നൽകുന്നു. ഈ നിശ്ചയത്തിലൂടെ പ്രത്യക്ഷതയുണ്ടാകുന്നു. ഭാരതത്തിൽ വലിയ ശബ്ദം വ്യാപിക്കും. ഞാൻ ജ്ഞാനസാഗര ബാബയെ ഓർമ്മിക്കുന്നു. ഇതിൽ സ്നേഹം വേണം, ഭാഗ്യം വേണം. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഓരോ ചുവടും
ശ്രീമതത്തിലൂടെ നടക്കണം. അരകൽപ്പം ഞാൻ ദേഹാഭിമാനിയായിരുന്നു. ഇപ്പോൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുകയാണ്. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അതിസ്നേഹിയായ ബാബയെ ഓർമ്മിക്കുന്നു. സ്വയത്തെ ഗോപഗോപികയാണെന്ന് മനസ്സിലാക്കുന്നു. നിരന്തരം ബാബയെ ഓർമ്മിക്കുന്നു. ഒരു പാപവും ചെയ്യില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വർഗത്തിന്റെ അധികാരിയും പുണ്യാത്മാവുമായി മാറുകയാണ്. ബാബ പറയുന്നു, മന്മനാഭവ. ബാബ കുട്ടികളെ രാജയോഗം പഠിപ്പിച്ച് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. ദേഹാഭിമാനത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടാകുന്നു. യോഗം പ്രധാനമാണ്. ഞാൻ യോഗത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തിയാക്കുന്നു. മുഖ്യമായ കാര്യമാണ് ബാബയുടെ യഥാർത്ഥ പരിചയം. ഞാൻ ഒരു ബാബയോട് സത്യമായ സ്നേഹം വെച്ച് ഭാഗ്യവാനായി മാറുന്നു. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമതമനുസരിക്കുന്നു. ദിവസവും ബാബയുടെ പരിചയം നൽകി പുണ്യാത്മാവായി മാറുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. എല്ലാവരിലും ബാബയുടെ ഓർമ്മ ഉണർത്തുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. തന്റെ ദൃഷ്ടി, വൃത്തി എന്നിവയെ പരിവർത്തനം ചെയ്യുന്നതിലൂടെ സൃഷ്ടിയിൽ പരിവർത്തനമുണ്ടാക്കുന്ന സാക്ഷാത്കാരമൂർത്തിയാകുന്നു. മനോഭാവത്തിന്റെ പരിവർത്തനത്തിലൂടെ കാഴ്ചപ്പാടുകളെ ദിവ്യമാക്കുകയാണെങ്കിൽ അനേകർക്ക് അവരുടെ യഥാർത്ഥ രൂപം, ദേശം എന്നിവയെ മനസ്സിലാക്കാൻ കഴിയും. മനോഭാവത്തിൽ അല്പം പോലും ദേഹാഭിമാനത്തിന്റെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ദൃഷ്ടിയെ ദിവ്യമാക്കി മാറ്റുന്നു. അപ്പോൾ മാത്രമേ സൃഷ്ടി പരിവർത്തനപ്പെടുകയുള്ളൂ. കണ്ണുകൾ മാന്ത്രിക ചപ്പായി അനുഭവപ്പെടുന്നു. സാക്ഷാത്കാരത്തിലേക്കുള്ള മാധ്യമമാകുന്നു. സേവനത്തോടുള്ള ഉന്മേഷവും ഉത്സാഹത്തോടുമൊപ്പം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും സഫലതക്കുള്ള ആധാരമാണ്. ബാബ അവ്യക്ത സൂചന നൽകുന്നു. മഹാനായി മാറുന്നതിൽ മധുരതയും നമ്രതയുമാകുന്ന ഗുണങ്ങളെ ധാരണ ചെയ്യൂ. മധുരതയാകുന്ന തേൻ ആരിലാണോ ഉള്ളത് അവർക്ക് ഏത് കാര്യത്തിലും സഫലതയിരിക്കുന്നു. ജീവിതത്തിൽ അസഫലത അപ്രത്യക്ഷമാകുന്നു. ഓം ശാന്തി.